Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ചെറുപഴം വെച്ചുള്ളൊരു നല്ല ഒരു ഡ്രിങ്കുമായാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലാക്കി എടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. പാലും പഴവും തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇതിലോട്ട് ശർക്കര കരിപ്പട്ടി ചേർത്ത് കൊടുക്കുന്ന വ്യത്യാസമാണുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി വേണ്ടത് ചെറുപഴമാണ്. ഞാനിവിടെ പാളയംതോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പടര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പഴമെല്ലാം തൊലിയൊക്കെ മാറ്റി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായി ചേർക്കാനുള്ളത്, ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പീസ് കരിപ്പട്ടിയും കൂടെ ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. ഇതിനെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ഈ മിക്സ് നമ്മുടെ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത്ര കട്ടിക്കാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മധുരം കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചെറുപഴം വെച്ച് തയ്യാറാക്കിയ ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ്. തയ്യാറായിട്ടുണ്ട്. 2 മിനിറ്റ് മതിയാകും ഇത് തയ്യാറാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. ഇതുപോലെ കുടിക്കാനും തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇത് തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ തയ്യാറാക്കുക. സാധാ പശുവും പാൽ കൊണ്ടൊന്നും ഇത് തയ്യാറാക്കരുത്. ഈ തേങ്ങാപ്പാൽ കൊണ്ട് തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതിലോട്ടൊന്ന് ഓണാക്കുക. ഓളെന്ന് പറയുന്ന ഓപ്ഷൻ വേണം ഓണാക്കിയിടാൻ. പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.